ഈ നിമിഷം ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനെ അതിരൂക്ഷമായി വിമർശിച്ച കോടതി. കുറ്റകൃത്യം നടന്നുവെന്ന സാധ്യത തള്ളാനാവില്ല. MR അജിത് കുമാർ തെറ്റ് ചെയ്തുവെന്ന സാധ്യത കളയാനാകില്ല. കോടതി ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ ഫസ്റ്റ് ഓൺ. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, അതിരൂക്ഷമായി തന്നെയാണ് വിജിലൻസിനെ കോടതി വിമർശിച്ചിരിക്കുന്നത്. കുറ്റകൃത്യം നടന്ന സാധ്യത തള്ളാനാവില്ല എന്നാണ് കോടതി പറയുന്നത്. ഏത് തരത്തിലുള്ള വിമർശനമാണ് അജിത് കുമാറിനെതിരെ ഈ വിജിലൻസ് കോടതി ഉന്നയിക്കുന്നത്? വിശദാംശം. ഈ ഉത്തരവിൽ അതിരൂക്ഷമായി തന്നെയാണ് വിജിലൻസിനെ കോടതി വിമർശിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത്, ഈ MR അജിത് കുമാറിനെതിരായ കേസ് അന്വേഷിച്ചിരിക്കുന്നത് അജിത് കുമാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കുമെന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആവശ്യമായ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ശേഖരിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയോ അത് തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നായിരുന്നു ആരോപണം. അതാണ് അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നത്. അത് ശരിവയ്ക്കുന്നതാണ് ഈ കോടതിയുടെ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. ഈ MR അജിത് കുമാർ ഈ സംഭവത്തിൽ ഒരു കുറ്റകൃത്യം നടന്നതായി, അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് പ്രത്യേക വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സത്യം കണ്ടെത്തുന്നതിനപ്പുറം അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് വിജിലൻസ് ശ്രമിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നുള്ള യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ഈ ഉദ്യോഗസ്ഥനെ, അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നുവെന്നും ഈ ഓർഡറിൽ എടുത്തു പറയുകയും ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കോടതിയും ആ കണ്ടെത്തലുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നിർണായകമായ കോടതിയുടെ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു തുടരന്വേഷണത്തിലേക്ക് പോകാതെ കോടതി തന്നെ നേരിട്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത്. കാരണം ഇനിയും വരേണ്ട, ഇനിയും കണ്ടെത്തേണ്ട നിരവധി തെളിവുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ തയ്യാറാക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങളിലൊന്നും ഇതൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് അന്വേഷണം നടത്താം, കോടതി തന്നെ വിശദമായി പരിശോധിക്കാം, ഇതിൽ സത്യം പുറത്തു വരട്ടെ എന്ന നിലപാടിലേക്ക് കോടതി വന്നിരിക്കുന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യമായ ഒരു അന്വേഷണവും നടത്താതെയാണ്, ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ള വളരെ വ്യക്തമാകുന്നതാണ് ഇപ്പോൾ കോടതി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഓർഡറിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. അത് കോടതി ആ ഉത്തരവിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ടിയ തന്നെ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായി അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന്, അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കോടതി പോയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാകുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ പലപ്പോഴും എടുത്തിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു തിരിച്ചടി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ കഴിയില്ലേ സിജോ? തീർച്ചയായും ഈ റിപ്പോർട്ട് അന്വേഷണം നടത്തുന്നു. ഈ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് മുൻ MLA കൂടിയായ PV അൻവറാണ്. അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഫ്ളാറ്റ് വാങ്ങിയത്, അതോടൊപ്പം തന്നെ കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത്, അതിനോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ അജിത് കുമാറിന് പണം ലഭിച്ചു, അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് വിജിലൻസ് ഇത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ വളരെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അതിനുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെ പൂർണ്ണമായും വെള്ളപൂശിയ ഒരു റിപ്പോർട്ടായിരുന്നു സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം കൂടി ആ റിപ്പോർട്ടിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. നമുക്കറിയാം എത്രയെത്ര ആരോപണങ്ങളാണ്, എത്രയെത്ര പരാതികളാണ്, എത്രയെത്ര റിപ്പോർട്ടുകളാണ് MR അജിത് കുമാറിനെതിരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോടതി സർക്കാരിന് മുന്നിലെത്തിയത്. പക്ഷേ ആ റിപ്പോർട്ടുകളിലൊന്നും കാര്യമായ നടപടികൾ എടുക്കാതെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കായിരുന്നു സർക്കാർ പോയിരുന്നത്. ഏറ്റവും ഒടുവിൽ കോടതി തന്നെ സർക്കാരിന് മേൽ ഒരു വടിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന നിലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ പോലും അജിത് കുമാറും സർക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതിലൊരു തുടരന്വേഷണം, ഈ റിപ്പോർട്ട് തള്ളിയെങ്കിൽ പോലും ഒരു തുടരന്വേഷണം ആയിരിക്കും
കോടതി നിർദ്ദേശിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതി തന്നെ നേരിട്ട് ഈ കേസിലേക്ക് വരുന്നു. കോടതി തെളിവുകൾ പരിശോധിക്കുന്നു, അതിന്റെ വസ്തുത അന്വേഷിക്കാൻ കോടതി നേരിട്ട് ഇറങ്ങുന്നു എന്നൊരവസ്ഥയിലേക്ക് അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം പ്രാധാന്യമാകുകയും ചെയ്യുന്നത്. സർക്കാരിനും അതോടൊപ്പം തന്നെ വിജിലൻസിനും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നത്.